തിരൂർ ബസ് സ്റ്റാൻഡിലെ കടയിൽ തീപിടുത്തം. സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന AR ബേക്കറിയിലാണ് തീപിടുത്തമുണ്ടായത്. കട പൂർണ്ണമായും കത്തി നശിച്ചു. പുലർച്ചെയോടെയാണ് പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തിരൂരിൽ നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. സമീപ കടകളിലേക്കൊന്നും തീ പടരാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. 20 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന AR ബേക്കറിക്കാണ് തീപിടിച്ചത്. പുലർച്ചെ 5 മണിയോടെ ബേക്കറിയിൽ നിന്നും പുക ഉയർന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ സമീപവാസികളെയും ഫയർഫോഴ്സിനെയും അറിയിക്കുകയായിരുന്നു. തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. സമീപ കടകളിലേക്കൊന്നും തീ പടരാതിരുന്നത് വലിയൊരു ദുരന്തമാണ് ഒഴിവാക്കിയത്. ഫയർഫോഴ്സ് സംഘത്തിന്റെ അവസരോചിത ഇടപെടലാണ് ഈ അപകടം ഒഴിവാക്കാൻ കാരണമായത്. നാട്ടുകാരും സമീപ കച്ചവടക്കാരും തീയണക്കാൻ ഫയർഫോഴ്സ് സംഘത്തിനൊപ്പം ചേർന്നു. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ബേക്കറിയിൽ കേക്ക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വലിയ സ്റ്റോക്ക് തന്നെ ഉണ്ടായിരുന്നു. കട പൂർണ്ണമായും കത്തിനശിച്ചു. 20 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. നമുക്കിപ്പോൾ ഇവിടുന്ന് അറിയിച്ചത് ഇങ്ങനെ കത്തുന്നുകൊണ്ട് ഫോൺ വന്നത് ഒരു 5:30 മണിക്കൊക്കെയാണ് വീട്ടിലേക്ക് ഫോൺ വന്നത്. ഫയർഫോഴ്സ് അപ്പം തന്നെ എത്തിയാണ്. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി. 3 ഫയർഫോഴ്സ് വണ്ടികളാണ് വന്നത്. 3-4 വന്നിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. നമ്മളതിൽ പൂർണ്ണമായിട്ട് ഷോപ്പ് കത്തി നശിച്ചു എന്ന് തന്നെയാണ് പറയാം. ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് കുറച്ച് കേക്കും കാര്യങ്ങളെ കുറച്ച് ഗ്യാസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അതിൻ്റേതായിട്ടുള്ള നഷ്ടങ്ങളും കാര്യങ്ങളാണ്. എൻ്റെ അച്ഛൻ്റെ പേരിലാണ്, ചന്തു പറഞ്ഞ ആളുടെ പേരിൽ ഉടമസ്ഥയിലുള്ള ഷോപ്പാണ്. ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ്. ഫ്രിഡ്ജൊക്കെ പുതിയതാണ്. എനിക്ക് 2 വർഷത്തെ പഴക്കമേ ഉള്ളൂ ഫ്രിഡ്ജ്. പക്ഷെ അതെന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയുക്ത ചെയർമാൻ കീഴത്തിൽ ഇബ്രാഹിം ഹാജി സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ന് ദാരുണമായ ഒരു പ്രയാസം നമ്മളെ തിരൂർ ബസ് സ്റ്റാൻഡിൽ, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള തിരൂരിൻ്റെ ഒരു ബിസിനസ്സുകാരാണ് AR ബേക്കറി ഉടമകൾ. പ്രിയപ്പെട്ട അനന്തേട്ടൻ്റെ ഒക്കെ കുടുംബമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ബേക്കറിയാണ്. ഇന്ന് പുലർച്ചെ ഇവിടെ തീയുടെ ഒരു പുകയുമൊക്കെ കണ്ടപ്പോൾ പ്രദേശവാസികളായ ഇവിടെ താമസിക്കുന്ന ഇവിടെയൊക്കെ ഇരിക്കുന്ന ആളുകൾ ഫയർഫോഴ്സിനെ അറിയിക്കുകയും അവരെത്തി അവരെ കൊണ്ട് കഴിയുന്ന പരമാവധി അവർ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളത് വളരെ വേദനയെ പുലർത്തുന്ന ഒരു സംഭവമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. കാരണം തിരൂർ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് പല ഭാഗത്തും പല ബിസിനസ്സുകാരും ഉണ്ട്. പക്ഷേ ബേക്കറി പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇലക്ട്രിക് ഷോക്ക് സർക്യൂട്ട് ആയിരിക്കണം എന്നുള്ളതാണ്. അല്ല മറ്റ് അസാധാരണ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. ഏതായാലും ആ സ്ഥാപനം പൂർണ്ണമായി കത്തി നശിച്ചു. ഒന്നും അതിൽ ബാക്കിയായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. തിരൂരിൻ്റെ ഫയർഫോഴ്സിൻ്റെ കൃത്യമായ ഇടപെടലുണ്ടായതുകൊണ്ട് തൊട്ട് അടുത്ത് കിടക്കുന്ന സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം അതിൻ്റെ അപ്പുറത്തൊരു മെഡിക്കൽ സ്റ്റോറാണ്, തൊട്ടപ്പുറത്ത് 2-3 സ്ഥാപനങ്ങൾ വേറെ ഉണ്ട്. ആ ഫയർഫോഴ്സിൻ്റെ ആ ഒരു ഇടപെടൽ അഭിമാനകരമായ ഒരു രീതിയിൽ അവർ ഇടപെട്ടു. അത് കൃത്യമായ പ്രവർത്തനം ചെയ്തു എന്നുള്ളതാണ്. നിയുക്ത കൗൺസിലർമാരായ യാസിർ പയ്യോളി, KK റിയാസ്, അൻവർ പാറയിൽ, ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ്, മൊയ്തുഷ മാലപ്പറമ്പിൽ, ഷബീബ് തുടങ്ങിയവരും സ്ഥലത്തെത്തി.